അത് നിങ്ങൾ ഗവേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ കണ്ടുപിടിക്കാവുന്നത്. ആഗോള ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയെ അന്വേഷിച്ച് കിടക്കാൻ അല്ല, കേരളത്തിലെ അജണ്ടയും ആഗോള അജണ്ടയും തമ്മിൽ അങ്ങ് വിദഗ്ധനാണെങ്കിൽ പറഞ്ഞു തരും. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിൽ കയറി അതിൻ്റെ അജണ്ടകൾ മനസ്സിലാക്കാനുള്ള ശേഷി ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ അംഗീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിയെയും താലിബാനെയും ആഗോള ഭീകരതയും താങ്കൾക്ക് പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ അതിനെ ന്യായീകരിച്ചോളൂ. നിങ്ങൾ ന്യായീകരിക്കുന്നതിനെല്ലാം ഉത്തരം പറയാൻ എന്നെ കിട്ടില്ല. പാർട്ടിയുടെ നിലപാട് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് കാണുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഞങ്ങൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈവൻ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ കോൺഗ്രസ്സുകാരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുക. കോൺഗ്രസ്സുകാർ പറയുമല്ലോ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും മാത്രമല്ല ഈ കോൺഗ്രസിന് അധികാരത്തിലേറ്റിയിരിക്കുന്നതെന്ന് കോൺഗ്രസ്സുകാർ കേരളത്തിൽ പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ? നിങ്ങൾ അവരോട് വ്യക്തിപരമായിട്ട് ചോദിക്ക്. BJP മാത്രമല്ല പറയുന്നത്, VD സതീശനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാരും KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാരും രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയും അല്ല കേരളത്തിലെ കോൺഗ്രസിന് അധികാരം നൽകിയിരിക്കുന്നത്, കേരളത്തിലെ പൊതുസമൂഹമാണ്, അതിനോടുള്ള മാന്യത കാണിക്കണം എന്ന് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പറയുമ്പോൾ BJP പറയുന്നതിൽ നിങ്ങൾക്ക് എന്താ അസ്വസ്ഥത?